വീട് പണി സ്ട്രക്ചറായി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ഒരു സംഗതിയാണ്. കാരണം ഈ ഒരു ഫൈനൽ സ്റ്റേജ് ഇലക്ട്രിക് വർക്കൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തേക്കണോ അല്ലെങ്കിൽ അതേപോലെ തന്നെ പ്ലാസ്റ്ററിങ്ങിൻ്റെ വർക്ക് എടുക്കണമെന്ന്. ഏകദേശം ഇപ്പോൾ ഇവിടെ ഒരു ജിപ്സം പ്ലാസ്റ്ററിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ അടിക്കുന്നത് ഈ ഒരു കല്ല്. കാരണം നമ്മൾ തേപ്പ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ചൂട് കാര്യങ്ങൾ വെട്ടിക്കഴിഞ്ഞാലാണ് ഇതിന് ഒന്നും കൂടി ഈട് കിട്ടുക. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ മിക്ക വീട്ടിലും നല്ല കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ സാർ നമസ്കാരം. അപ്പോൾ ഇതിൻ്റെ ഒരൊറ്റ സംശയമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്ന മുന്നേ തന്നെ ഈ ഒരു കല്ല് ഈ ഒരു ചെങ്കല്ലിലേക്ക് നമ്മൾ ഈ ഒരു പ്ലാസ്റ്ററിങ് കയറി കഴിഞ്ഞാൽ ഇത് പിന്നീട് ഈ ഒരു കൂളിംഗ് ആണല്ലോ എപ്പോഴും വരുന്നത്. പിന്നീട് ഭാവിയിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഈ സാധാരണ ജിപ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൻ്റെ അകത്തേക്ക് ഈർപ്പം കൊണ്ട് അതൊരു പൊടിഞ്ഞു പോകാനൊക്കെ ഉള്ള സാധ്യത കൂടുതലുണ്ട്. എന്നാൽ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ ജിപ്സവും നമുക്ക് ജിപ്സം എന്ന് പറയാൻ പറ്റുമല്ല. ഈ ഒരു ജിപ്സ് എന്ന് പറയുമ്പോൾ സാറൂം ബ്ലാസ്റ്റിന്റെ HD OMR ഹൈ ഡെൻസിറ്റി ഓർഗാനിക് മോയ്സ്ചർ റെസിസ്റ്റന്റ് മെറ്റീരിയലാണ്. ഈർപ്പം വന്നതുകൊണ്ട് ഈ മെറ്റീരിയലിന് ഫ്യൂച്ചറിൽ കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇതിപ്പോൾ സാധാരണക്കാർക്ക് ഏത് ലെവലിലാണ് മനസ്സിലാവുക? ഇതിപ്പം പ്ലാസ്റ്ററിങ് ഒരുപാട് തരം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ സാധാരണ രീതിയിൽ ഒരു ജിപ്സം പ്ലാസ്റ്ററിങ്ങിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ ഒന്ന് ഫിസിക്കലി നോക്കുമ്പോൾ മനസ്സിലാവും. ഒന്ന് മെറ്റീരിയൽ കയ്യിലെടുത്ത് നോക്കുമ്പോൾ ആ മെറ്റീരിയൽ ഒന്നെങ്കിലും ഒരു ഐവറി കളർ ഉണ്ടാവും, ആഷ് കളർ ഉണ്ടാവും, യെല്ലോ കളർ ഉണ്ടാവും. ഇങ്ങനെ വരുന്ന മെറ്റീരിയലുകളൊക്കെ ഇമ്പ്യൂരിറ്റീസ് കൂടുതലായ മെറ്റീരിയൽ ആയിരിക്കും. ജിപ്സം എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിന്റെ അകത്ത് ഏകദേശം നമുക്ക് 100% കാൽസ്യം സൾഫേറ്റ് അടങ്ങിയ മെറ്റീരിയലാണ് ഒറിജിനൽ ജിപ്സം എന്ന് പറയാം. എന്നാൽ ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ ജിപ്സവും ഏകദേശം ഒരു 80% താഴെ ഉണ്ടാവുള്ളൂ കാൽസ്യം സൾഫേറ്റ്. ഇത് 20%-ലധികം ഇമ്പ്യൂരിറ്റീസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ കളർ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് പ്യുവർ വൈറ്റ് അല്ലേ? ഇത് പ്യുവർ വൈറ്റ് ആണ്. സാർവം പ്ലാസ്റ്റിന്റെ HD OMR എന്ന് പറയുന്ന മെറ്റീരിയൽ 99% പ്യൂരിറ്റി ഉള്ള പ്യുവർ വൈറ്റ് മെറ്റീരിയൽ ആയിരിക്കും. ഫിസിക്കലി അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഞാനിപ്പോ ഒരു 10 വർഷത്തേക്ക് അല്ലെങ്കിൽ 20 വർഷത്തേക്ക് വീട് ഉണ്ടാക്കുന്നല്ല. ഞാൻ ലൈഫ് ടൈം ലോങ് ടൈം ആണ്. കാരണം എന്റെ കാലശേഷം എന്റെ മക്കൾക്കും അനുഭവിക്കാനുള്ളതാണ് ഈ ഒരു വീട്. അപ്പം ഈ ഒരു ഇത് എത്ര വർഷം വാറന്റി കൊടുക്കുന്നുണ്ട് നിങ്ങൾ? ഈ സർവം പ്ലാസ്റ്റിന്റെ HD OMR ലൈഫ് ടൈം വാറന്റി കിട്ടുന്ന ഒരു മെറ്റീരിയലാണ്. അത് കസ്റ്റമർക്ക് നോക്കി മനസ്സിലാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാഗ് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാഗിൽ അതിന്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, ബാച്ച് നമ്പർ, അതിന്റെ ടെസ്റ്റ് സർട്ടിഫിക്കേഷൻ അടക്കം നമ്മുടെ ബാഗിൽ പ്രിന്റഡാണ്. ഓക്കെ, ഇപ്പൊ ഏകദേശം ഈ ഒരു വീട് എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ്? ഇത് ഏകദേശം ഒരു നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യാൻ ഏകദേശം ഒരു 10,000 സ്ക്വയർ ഫീറ്റിന് അടുത്ത് വരുന്ന ഒരു വീടാണ്. വലിയ വീടാണ്. ഈ കസ്റ്റമർ നിങ്ങളെ ഏൽപ്പിച്ച് പ്ലാസ്റ്ററിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു നിങ്ങളെ ഏൽപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഓൾമോസ്റ്റ് എല്ലാ വർക്കും ഫിനിഷ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താണ് ലൈഫ് ടൈം വാറന്റി ആയിട്ട് എന്താണ് കൊടുക്കുന്നവർക്ക്? നമുക്ക് അവർക്ക് നമ്മുടെ ലെറ്റർ പാഡിൽ തന്നെ അവർക്ക് വാറന്റി സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ലൈഫ് ടൈം വാറന്റി ആണ്. കാരണം ഒരു കമ്പനി ഒരു സർട്ടിഫിക്കറ്റ്, അതായത് ഫുൾ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ലെറ്റർ പാഡിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം അല്ലേ? അതെ, കാരണം ലൈഫ് ടൈം ക്രാക്ക് ഫ്രീ വാറണ്ടി അവർക്ക് നമ്മൾ ലെറ്റർ പാഡിൽ സീൽ ചെയ്ത് അവരുടെ കയ്യിൽ കൊടുക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഇപ്പോൾ ഏകദേശം ഈ റൂമിൻ്റെ ഒക്കെ വർക്ക് ഏകദേശം ഫൈനൽ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു റൂമിൽ തന്നെ നോക്കാം. ഈ റൂമിൻ്റെ ഈ ഒരു പ്ലാസ്റ്റിക് ചെയ്ത ചുമരിൻ്റെ ക്വാളിറ്റി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? അതെ, ഏതൊക്കെ വിധത്തിൽ നമ്മൾ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കാം? നമുക്ക് ഇതിൽ ഏത് രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നോക്കാം, ആണി അടിച്ചിട്ട് നോക്കാം, ചുറ്റിക്ക് നമുക്ക് അടിച്ചു പൊട്ടിച്ച് നോക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിന്റെ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യാം. അടിച്ച് പൊളിക്കാൻ പോവാണ്. ഞാൻ പൊളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കളത്രാന്ന് പറയും. പവിത്രട്ടാ, നിങ്ങൾ ഇവിടുത്തെ ഇലക്ട്രിക് വർക്ക് ചെയ്യുന്ന ആളല്ലേ? നിങ്ങളെ കൊണ്ട് കഴിയുന്ന മാക്സിമം പവറിൽ നിങ്ങൾ പൊളിച്ചോളി. ഇവിടെ പൊളിച്ചോളി. പവിത്രട്ടാ, ഇവിടെ പൊളിച്ചോളി. നിങ്ങളെ കൊണ്ട് കഴിയുന്ന മാക്സിമം പൊളിക്കണം നിങ്ങൾ. കറക്റ്റ് അളവിലാട്ടോ പൊളിക്കുന്നത്. എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾക്ക് ഇത് പൊളിക്കുമ്പോൾ എന്താ തോന്നുന്നത്? സിമെന്റിന്റെ ഉറപ്പ് തന്നെ കിട്ടുന്നില്ലേ? കറക്റ്റ് ഉറപ്പ് കിട്ടുന്നില്ലേ? അല്ലാതെ ഇവിടെ പൊളിക്കുമ്പോൾ ഇവിടേക്ക് ഇങ്ങനെ പടർന്നു പോവുക അങ്ങനത്തെ ഒന്നുമില്ലല്ലോ. നിങ്ങളിപ്പോ ഈ ഒരു സെക്ഷനിൽ ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ വർക്ക് വേറെ എവിടെയെങ്കിലും എടുത്തിരുന്നോ? എവിടെയും കണ്ടിട്ടില്ല. നിങ്ങൾ ഇത് കണ്ടിട്ട് എന്താ ജെന്യൂൻ ആയിട്ട് എന്താ തോന്നുന്നത്? ഫിനിഷിംഗ് ഉണ്ട്, നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഓക്കെ, കാരണം എന്താണ് മൂപ്പരോട് തന്നെ ചോദിക്കാൻ കാരണം മൂപ്പര് പൊളിച്ചിട്ട് ഇതാ കറക്റ്റ് ലെവലിലാണ് സാധനം കിട്ടുന്നത്. അല്ലാതെ ഇങ്ങോട്ട് പതറി പോവുക ഒന്നും ചെയ്തിട്ടില്ല. അത്രക്കും വേറെ അതിപ്പോ നോർമൽ നമ്മൾ സിമെന്റ് ഇട്ടാലും ആവണ ആ ലെവലിൽ തന്നെ അല്ലേ? നമ്മൾ അതേപോലെ തന്നെ നെക്സ്റ്റ് ഇതാ ചുറ്റിക കൊണ്ട് അടിച്ചു പൊട്ടിക്കാൻ പോവാണ്. കയ്യോ നോക്കട്ടെ. നല്ല വെയിറ്റ്.
ഒരു പ്രശ്നമില്ലല്ലോ അപ്പൊ ഗ്യാരണ്ടീഡ് സാധനം കൊടുക്കാം. ഈ മെറ്റീരിയൽ കാലം കഴിയുന്നതിനനുസരിച്ച് ഉറപ്പ് കൂടി വരും. ഇതാണ് ഈ സിമെന്റും ഈ മെറ്റീരിയലും തമ്മിലൊരു വ്യത്യാസം. എടുത്തോ. ഈ ഒരു സിമെന്റും ഈ ഒരു ജിപ്സം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ സിമെന്റും ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു റോ മെറ്റീരിയലാണ് ജിപ്സം എന്ന് പറയുന്നത്. അതായത് സിമെന്റിന്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്ന ഘടകമാണ് ക്ലിങ്കർ എന്ന് പറയുന്ന ജിപ്സം. ഇപ്പൊ ഈ സിമെന്റിനെ സംബന്ധിച്ചിടത്തോളം സിമെന്റും അതിന്റെ ബാക്കി കെമിക്കൽസും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ അതിന്റെ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂറോളം കിട്ടും. 2 മണിക്കൂർ എടുക്കും. ജിപ്സത്തിനെ സംബന്ധിച്ചിടത്തോളം സിമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലായി ജിപ്സത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫാസ്റ്റ് സെറ്റിംഗ് മെറ്റീരിയലാണ്. ഇത് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വാളിലേക്ക് അപ്ലൈ ചെയ്താൽ ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് ഇത് സെറ്റ് ആവും. ഒരു 6 മണിക്കൂർ കൊണ്ട് ഇത് ഏകദേശം പാറ പോലെയായി മാറും. സിമെന്റ് ഇപ്പൊ തേപ്പ് കാര്യങ്ങൾ കഴിഞ്ഞാൽ പോലും ഒരു ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച മൊത്തത്തിൽ വെള്ളത്തോണ്ട് നനയ്ക്കേണ്ടി വരും. അതെ, അതായത് വെള്ളം നനച്ചു കൊടുത്ത് അതിന്റെ സെറ്റിംഗ് ക്യൂറിംഗ് കറക്റ്റ് ആയെങ്കിൽ മാത്രമേ സിമെന്റിന് സ്ട്രെങ്ത് കിട്ടുള്ളൂ. അഥവാ നനവ് കുറഞ്ഞാലും പ്രശ്നമാണ്, പിന്നെ പൊടിഞ്ഞു വരും. അത് തന്നെയല്ല, ഈ സിമെന്റിനെ സംബന്ധിച്ചിടത്തോളം കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് അതിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരികയും ജിപ്സത്തിനെ സംബന്ധിച്ചിടത്തോളം കാലം കഴിയുന്നതിനനുസരിച്ച് അതിന്റെ സ്ട്രെങ്ത് കൂടി വരികയും ചെയ്യുക. അതാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഒരു പ്രത്യേകത. അപ്പൊ സിമെന്റിനെ അപേക്ഷിച്ച് സെയിം സ്ട്രെങ്ത് തന്നെയാണ് ജിപ്സത്തിന് വരിക, വ്യത്യാസമൊന്നുമില്ല. പിന്നെ എന്തൊരു പ്രൊഡക്റ്റും ആൾക്കാരിലേക്ക് എത്തിക്കുമെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം പിടിക്കും. ഇതിന്റെ ഈ ജിപ്സം പ്ലാസ്റ്ററിംഗ് വ്യാപകമാവാതിരിക്കുന്നതിന്റെ ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സാധാരണ നാട്ടിലെ ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു മെറ്റീരിയലാണ്. ഇത് ചെയ്യാൻ അതിൻ്റെതായ സ്കിൽഡ് ലേബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ സ്കിൽഡ് ലേബേഴ്സിന്റെ അഭാവം കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ വളരെ വ്യാപകമായിട്ട് പ്രചരിക്കാതിരിക്കാനുണ്ടായ ഒരു കാരണം. അതല്ലെങ്കിൽ ജിപ്സിനെ കഴിഞ്ഞാൽ നല്ലൊരു മെറ്റീരിയലാണ്. അതായത് ഈജിപ്തിലെ പിരമിഡുകൾ നമുക്കറിയാലോ, ചിയോപ്സി പിരമിഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് ജിപ്സം ഉപയോഗിച്ചിട്ടാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഒരു നിർമ്മിതി ഇന്നും കാലങ്ങളെ അതിജീവിച്ച് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അല്ല, സാധാരണക്കാർക്ക് മനസ്സിലാവാൻ ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഒരു വീട് മൊത്തം തേച്ച് കഴിയാൻ എത്ര രൂപയാവും? 1000 സ്ക്വയർ ഫീറ്റ് ഇതെന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്ക്വയർ ഫീറ്റിന് പല മെറ്റീരിയലുകൾ മാർക്കറ്റിലുണ്ട്. ജിപ്സം പൗഡർ, ജിപ്സം പ്ലാസ്റ്റർ, HD ഗ്രേഡ് മെറ്റീരിയൽ, MR ഗ്രേഡ് മെറ്റീരിയൽ, HDMR മെറ്റീരിയൽ, HDOMR മെറ്റീരിയൽ, ഇങ്ങനെ പല ഗ്രേഡ് മെറ്റീരിയൽ ഉണ്ട്. അപ്പം 30 രൂപ മുതൽ ചെയ്തു തുടങ്ങിയാൽ 50 രൂപ വരെ മാർക്കറ്റിലുള്ള മെറ്റീരിയലുകൾ ഇന്ന് അവൈലബിൾ ആണ്. അതിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം HDOMR-നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ക്വയർ ഫീറ്റിന് 45 രൂപ മുതൽ 50 രൂപ വരെയാണ് റേറ്റ് വരുന്നത്. അപ്പൊ 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുമ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ 3 മടങ്ങായിരിക്കും അതിന്റെ പ്ലാസ്റ്ററിംഗ് ഏരിയ ഉണ്ടാകുക. സീലിംഗും സൈഡും വാളുകളെല്ലാം. 1000 സ്ക്വയർ ഫീറ്റ് വീടെന്ന് പറയുമ്പോൾ അതിന്റെ ചുറ്റളവ് മാത്രം അതിന്റെ 3 ഇരട്ടി കൂടുതലായിരിക്കും. 3000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. അപ്പൊ അതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 3000 × 50. 3000 ഏകദേശം 1.5 ലക്ഷം രൂപ. ഈ 1.5 ലക്ഷം റുപ്യ 3000 സ്ക്വയർ ഫീറ്റ് കൊടുക്കുകയാണെങ്കിൽ തേപ്പിന് ഏകദേശം എന്തായാലും ഒരു 1.25 ലക്ഷം റുപ്യ എന്തായാലും ആവും. 1.25 ലക്ഷം റുപ്യ ആവല് മാത്രമല്ല, ഇവർക്ക് പണിക്കൂലി ചിലപ്പോൾ 1.25 ആവുക. സിമെന്റ് എടുക്കണം, എംസാൻഡ് എടുക്കണം, പണിക്കൂലി കൊടുക്കണം. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ നമ്മൾ പൊട്ടിയിടുന്നതിന് മുന്നേ നമ്മൾ വാട്ടർ പ്രൂഫ് അടിക്കും. വാട്ടർ പ്രൂഫിന് നല്ലൊരു എമൗണ്ട് ചെലവാക്കണം. അത് തന്നെയല്ല, കൃത്യമായിട്ട് നനച്ചു കൊടുക്കണം. നനച്ചും കൊടുക്കണം. 7 ദിവസമെങ്കിലും കൃത്യമായിട്ട് നനച്ചു കൊടുത്തതിന്റെ സ്ട്രെങ്ത് ഉണ്ടാവില്ല. വിദേശത്തൊക്കെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് നനച്ചു കൊടുക്കേണ്ട ഒരാളെ നാട്ടിൽ നിർത്തണം. അവർ കൃത്യമായിട്ട് നനച്ചിട്ടില്ലെങ്കിൽ ഇതിന്റെ ക്വാളിറ്റിനെ അതും ബാധിക്കും. ഇനിയിപ്പോ പൊട്ടിട്ട് കഴിഞ്ഞാൽ തന്നെ പൊട്ടി പേപ്പർ ചെയ്യാൻ നല്ലൊരു പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 കോട്ട് പ്രൈമർ കയറണം, 2 കോട്ട് എമേഷൻ കയറ്റണം. ഏകദേശം നിങ്ങൾ തേപ്പിന്റെ പണിക്കാരാണെങ്കിൽ, തേപ്പിന്റെ പണിക്കാർക്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ ഈ ഒരു പണി ഫുള്ള് ഫിനിഷിംഗ് ആകുമ്പോൾ ഒരു 3.5-4 ലക്ഷം രൂപ 4 ലക്ഷം രൂപ കണ്ടാൽ മതിയോ? മതി. 4 ലക്ഷം രൂപയിൽ ഇത് തീരുമെങ്കിൽ നമ്മുടെ ഈ വർക്ക് 1.5 ലക്ഷം രൂപ തീരും. 1.5 ലക്ഷം രൂപ അത് നിങ്ങൾക്ക് തരാൻ പോകുന്ന ലൈഫ് ടൈം വാറന്റി ആണ് തരാൻ പോകുന്നത്. വേറെ എവിടെയും കിട്ടൂല. ഞാൻ നമ്മളെ ബാഗ് വരുന്നത്. ഇതെങ്ങനെയാണ്? ഇതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ക്വാളിറ്റി ടെസ്റ്റ് സർട്ടിഫിക്കേഷനുള്ള മാർക്ക്. അത് നമ്മുടെ എല്ലാ ബാഗുകളിലും ഇതുണ്ടാവും. ISO സർട്ടിഫിക്കേഷന്റെ ലോഗോ ഇതിനകത്ത് ഉണ്ടാവും. അതേപോലെ HDOMR മെറ്റീരിയലിന്റെ ലോഗോ ഉണ്ടാവും. ഈ HDOMR നമ്മുടെ രജിസ്റ്റേർഡ് മെറ്റീരിയൽ ആണ്, നമ്മളത് പേറ്റന്റ് മെറ്റീരിയലാണ്. ഈ ഒരു മെറ്റീരിയൽ ഇന്ത്യയിൽ നമ്മൾ മാത്രമേ സെയിൽ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് മെറ്റീരിയൽ എടുക്കുമ്പോൾ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ നമ്മൾ HDOMR മെറ്റീരിയൽ തന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ കമ്പണന്റ് ഇല്ലാത്തൊരു വർക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ മെറ്റീരിയലിന്റെ ബാക്ക് സൈഡ് ഇപ്പം നോക്കി വാങ്ങുന്ന ഒരാൾക്ക് സംബന്ധിച്ചിടത്തോളം അതേപോലെ ബാച്ച് നമ്പർ, മാനുഫാക്ചറിംഗ് ഡേറ്റ്, അതിന്റെ എക്സ്പയറി ഡേറ്റ്, ഇതിന്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ, ഇത്രയും സാധനങ്ങൾ നമ്മൾ ഈ ഒരു ബാഗിൽ പ്രിന്റഡ് ആണ്.
ഓക്കെ അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ഒരു കസ്റ്റമറിന് വാറണ്ടി എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് കൊടുക്കണമെങ്കിൽ ഇത്രയും സാധനങ്ങൾ ബാഗിന്റെ പുറത്ത് ഉണ്ടാവണം. ഓക്കെ, നിങ്ങൾ ഓൾ കേരള ലെവൽ ചെയ്യുന്നുണ്ടോ? അല്ല, നമ്മൾ ഓൾ ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യയിൽ, കേരള അല്ല, ഓൾ ഇന്ത്യയിൽ 14 സ്റ്റേറ്റിൽ നമുക്ക് മെറ്റീരിയലിന്റെ സ്റ്റോക്ക് പോയിന്റും അവൈലബിൾ ആണ്. ഏകദേശം 4000-ഓളം ലേബർ നമ്മുടെ അടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പം വീട്ടിലേക്ക് പ്ലാസ്റ്ററിങ് കാര്യങ്ങളൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. അത് കൂടാതെ നമുക്ക് കേരളത്തിലുടനീളം ഡീലർഷിപ്പിന്റെ ഒരു സംവിധാനങ്ങൾ കൂടിയുണ്ട്. ആർക്കെങ്കിലും നമ്മുടെ ഡീലർഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടാൽ അതിനുള്ള സംവിധാനങ്ങൾ കമ്പനി ചെയ്തു കൊടുക്കും. ലേബർ സപ്പോർട്ട് ചെയ്തു കൊടുക്കും, മാർക്കറ്റിംഗ് സപ്പോർട്ട് ചെയ്തു കൊടുക്കും. വിവിധ കാര്യങ്ങളെല്ലാം കമ്പനി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഓക്കെ, വീട് പണി നടക്കുന്ന ആൾക്കാർ ഒന്ന് ചിന്തിക്കുകയാണ്, നിങ്ങൾ തേപ്പിന് കൊടുക്കണം, അതേപോലെ തന്നെ ജിപ്സം ബ്ലാസ്റ്റിംഗ് ചെയ്യണം, ലൈഫ് ടൈം വാറന്റി ആണ് തരുന്നത്, ഉറപ്പ് കാര്യങ്ങൾ, അതേപോലെ തന്നെ ഇവരുടെ പ്രൊഡക്റ്റിന്റെ ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, ലൈഫ് ടൈം വാറന്റി ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വീഡിയോയിൽ പറയാത്തൊരു സംഗതി കൂടി ഉണ്ട്. ഏകദേശം നമ്മളിപ്പോൾ ഒരു വീട് നോർമൽ നമ്മൾ പൊട്ടിയിട്ട് അതേപോലെ തന്നെ തേപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തേപ്പിന്റെ മുകളിൽ നമ്മൾ പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ബാത്റൂമിന്റെ സൈഡിലൊക്കെ ഈ വാട്ടർ പ്രൂഫിന്റെ പ്രശ്നമായിട്ട് ഈ പൊട്ടിയൊക്കെ അടർന്നിങ്ങനെ വരും. ഈ ഒരു പ്ലാസ്റ്ററിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിലും അല്ലെ സൊല്യൂഷൻ ആണ്. നമ്മൾ വാട്ടർ പ്രൂഫ് കാര്യങ്ങളൊന്നും അടിക്കേണ്ട ഒരു ആവശ്യമില്ല. തന്നെയല്ല, ഈ നമ്മളിപ്പോൾ സിമെന്റ് പ്ലാസ്റ്ററിംഗ് ചെയ്ത് അതേൽ പൊട്ടിയിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 4-5 വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഈ പുട്ടിയിട്ട ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ഒരു ബബിൾസ് വന്ന് പൊളിഞ്ഞിളകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഈ ഈർപ്പം അന്തരീക്ഷത്തിലെ മോയ്സ്ചർ കണ്ടന്റ് കൂടുതലുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ പുട്ടിയിട്ട സ്ഥലങ്ങൾ സിമെന്റിൽ നിന്ന് വിട്ടുവരും. ആ ഒരു കംപ്ലൈന്റ് നമുക്ക് സിമെന്റ് പ്ലാസ്റ്റർ ചെയ്ത് പുട്ടിയിടുമ്പോൾ ഉണ്ട്. എന്നാൽ അതേ സമയത്ത് നമുക്ക് ജിപ്സം പ്ലാസ്റ്ററിങ് HDOMR സർവം പ്ലാസ്റ്ററിന്റെ ഹൈ ഡെൻസിറ്റി ഓർഗാനിക് മോയ്സ്ചർ റെസിസ്റ്റന്റ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഈ പൊളിഞ്ഞിളകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാ പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ ആണ് ഈ ഒരു പ്ലാസ്റ്ററിങ്. അപ്പൊ എന്തായാലും ഇവിടെ നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ, മിസ്സാക്കാൻ നിൽക്കണ്ട.